ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. ഈ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന പ്രൈസ് ഇതാണ്: 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും. ഓക്കെ, ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഡേവിഡ് സൊലോയിക്കാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം. ഫ്ലഷ് എന്ന നോവലാണ് സൊലോയിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ഏകദേശം 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഡേവിഡ് സൊലോയിക്കാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം. ഫ്ലഷ് എന്ന നോവലാണ് സൊലോയിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ഏകദേശം 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ 2025 ബുക്കർ സമ്മാന ജേതാവ് ഡേവിഡ് സൊലോയാണ്. നോവൽ ഫ്ലഷ്. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്കാണ് ഇക്കൊല്ലത്തെ ഡെയ്റ്റൺ സാഹിത്യ സമ്മാനം. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്കാണ് ഇക്കൊല്ലത്തെ ഡെയ്റ്റൺ സാഹിത്യ സമ്മാനം. വയലാർ സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന്. വയലാർ സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന്. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ഗോകുലം ഗോപാലന്. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ഗോകുലം ഗോപാലന്. മലയാളമിത്രം പുരസ്കാരം കന്നഡ സാഹിത്യകാരി ഡോക്ടർ പാർവതി G ഐത്തലിന്. മലയാളമിത്രം പുരസ്കാരം കന്നഡ സാഹിത്യകാരി പാർവതി G ഐത്തലിന്. KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം പ്രമുഖ സാമൂഹിക പ്രവർത്തക അരുണ റോയിക്ക്. KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം പ്രമുഖ സാമൂഹിക പ്രവർത്തക അരുണ റോയിക്ക്. ശാസ്ത്രീയ നൃത്തരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള പ്രഭ പുരസ്കാരം. ശാസ്ത്രീയ നൃത്തരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള പ്രഭ പുരസ്കാരം. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MR രാഘവ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MR രാഘവ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ജയന്ത് വിഷ്ണു നാർലിക്കർക്ക്. മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ജയന്ത് വിഷ്ണു നാർലിക്കർക്ക്. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പാൽക്കുളങ്ങര K. അംബികാദേവിക്ക്.
ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പാൽക്കുളങ്ങര കെ അംബികാദേവിക്ക്. അവനവൻ കടമ്പ പുരസ്കാരം പടയണി ആചാര്യൻ പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയ്ക്ക്. അവനവൻ കടമ്പ പുരസ്കാരം പടയണി ആചാര്യൻ കടമ്മനിട്ട വാസുദേവൻ പിള്ളയ്ക്ക്. ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരം വാസുദേവൻ ചീക്കല്ലൂരിന്. ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരം വാസുദേവൻ ചീക്കല്ലൂരിന്. കേരളത്തിലെ ആദ്യ ഭൂഗർഭ തുരങ്കപാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജല തുരങ്കപാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജല തുരങ്കപാത ഫോർട്ട് കൊച്ചി വൈപ്പിൻ. അയോധ്യയിലെ സരയൂ നദീതീരത്താണ് ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത്. അയോധ്യയിലെ സരയൂ നദീതീരത്താണ് ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത്. 26 ലക്ഷം ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി ഉത്തർപ്രദേശിലെ അയോധ്യ. 26 ലക്ഷം ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി ഉത്തർപ്രദേശിലെ അയോധ്യ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി. 2025 ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അപ്പെക് ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ ഗയോങ്ജുവിൽ നടന്നു. 2025 ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അപ്പെക് ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ ഗയോങ്ജുവിൽ നടന്നു. കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിൽ. കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിൽ. കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷൻ അർഹമായി. കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷൻ അർഹമായി. സുപ്രീം കോടതിയുടെ അടുത്ത, അതായത് 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിതനായി. സുപ്രീം കോടതിയുടെ അടുത്ത, അതായത് 53ാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് നിയമിതനായി. അപ്പോൾ ഇനി മുതൽ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരിക്കും കേട്ടോ. ഇനി ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. സൂര്യകാന്ത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി നിയമിതനായി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി നിയമിതനായി. കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഇനി മുതൽ റസൂൽ പൂക്കുട്ടി ആയിരിക്കും. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയെ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയെ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ശിവാംഗി സിംഗ്. ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ശിവാംഗി സിംഗ്. അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യൻ വംശജനായ ഗസാല ഹാഷ്മി തെരഞ്ഞെടുക്കപ്പെട്ടു.
അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യൻ വംശജനായ ഗസാല ഹാഷ്മി തെരഞ്ഞെടുക്കപ്പെട്ടു. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ സുഹോയി 30 MKI റഫാല് പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ സുഹോയി 30 MKI റഫാല് പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു. US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിലവിലെ പ്രസിഡന്റ് ഇനി മുതൽ കെ ജയകുമാറാണ്. സാമിയ സുലൂഹു ഹസൻ തൻസാനിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. സാമിയ സുലൂഹു ഹസൻ തൻസാനിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ടാൻസാനിയൻ പ്രസിഡന്റ് നിലവിൽ സാമിയ സുലൂഹ ഹസൻ. സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-3 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-3 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ച് നാസ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ച് നാസ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായി. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച് ലക്നൗ. യുനെസ്കോയുടെ സൃഷ്ടിപരമായ നഗരങ്ങളുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN പട്ടികയിലാണ് ലക്നൌവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച് ലക്നൗ. യുനെസ്കോയുടെ സൃഷ്ടിപരമായ നഗരങ്ങളുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN പട്ടികയിലാണ് ലക്നൌവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പലായ INS ഇക്ഷക് കമ്മീഷൻ ചെയ്തു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പലായ INS ഇക്ഷക് കമ്മീഷൻ ചെയ്തു. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ ജേതാക്കളായത്. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ ജേതാക്കളായത്. അപ്പോൾ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. മുംബൈയിലാണ് കളി നടന്നത്. 52 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ഓക്കെ,
വനിതാ ഏകദിന ക്രിക്കറ്റിൽ ചേസിംഗിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 338 റൺസിനെതിരെ 341 റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യ റെക്കോർഡിട്ടത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ചേസിംഗിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 338 റൺസിനെതിരെ 341 റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യ റെക്കോർഡിട്ടത്. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് സർ പദവി. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പദവി. 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി സ്മൃതി മന്ദന. ഈ ലോകകപ്പിൽ 434 റൺസ് നേടിയ താരം 2017 ലോകകപ്പിലെ മിതാലി രാജിൻ്റെ 409 റൺസിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി സ്മൃതി മന്ദന. ഈ ലോകകപ്പിൽ 434 റൺസ് നേടിയ താരം 2017 ലോകകപ്പിലെ മിതാലി രാജിൻ്റെ 409 റൺസിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾത്താവാർത്ത് സ്വന്തമാക്കി. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ 571 റൺസ് നേടിക്കൊണ്ടാണ് താരം ഈ നേട്ടം കൈവരിച്ചത്. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവാർത്ത് സ്വന്തമാക്കി. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ 571 റൺസ് നേടിക്കൊണ്ടാണ് താരം ഈ നേട്ടം കൈവരിച്ചത്. 100 വർഷം പൂർത്തിയാക്കി ഇന്ത്യൻ ഹോക്കി. 100 വർഷം പൂർത്തിയാക്കി ഇന്ത്യൻ ഹോക്കി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മേഘാലയൻ ബാറ്റർ ആകാശ് കുമാർ ചൗധരി. 11 പന്തിലാണ് താരം 50 റൺസ് തികച്ചത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മേഘാലയൻ ബാറ്റർ ആകാശ് കുമാർ ചൗധരി. 11 പന്തിലാണ് താരം 50 റൺസ് തികച്ചത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടി ഷംല ഹംസ. മികച്ച സംവിധായകൻ മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തിനുമുള്ള അവാർഡ് ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്, ചിദംബരത്തിന്. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. കലാമൂല്യവും ജനപ്രീതിയുമുള്ള മികച്ച ചിത്രം പ്രേമലു. മികച്ച രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സ്വഭാവ നടൻ 2 പേരുണ്ട്, സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്. പ്രത്യേക ജൂറി പരാമർശം 4 പേർക്കുണ്ട് കേട്ടോ. ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച ഗാനരചയിതാവ് ഹിരൺദാസ് മുരളി, വേടൻ. വേടൻ്റെ ശരിക്കുള്ള പേരാണ് ഹിരൺദാസ് മുരളി. മികച്ച ഗാനരചയിതാവ് വേടന. മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്. മികച്ച തിരക്കഥ അമൽ നീരദ്. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. മികച്ച ഗായകൻ KS ഹരിശങ്കർ. മികച്ച ഗായിക സെബ ടോമി. മികച്ച എഡിറ്റർ ES സൂരജ്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ. മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ്.
ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മികച്ച നടൻ, മികച്ച നടി, സംവിധായകന്, മികച്ച സിനിമ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത് ഫുൾ ഇമ്പോർട്ടൻ്റാ. ചിലപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. എന്നാലും കൂടുതലും ചോദ്യങ്ങൾ മികച്ച നടൻ ആരാ, മികച്ച നടി ആരാ, മികച്ച സിനിമ ഏതാണ്, പിന്നെ മികച്ച സംവിധായകൻ ആരാണ്, പിന്നെ മികച്ച ഗായകൻ, ഗായിക, അത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ചിലപ്പം ഇനി PSC ചിലപ്പം തോന്നിയാൽ ഇതിനകത്തുനിന്ന് കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് മുഴുവൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത്. ഈ 2 അവാർഡുകളും ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത്, ചിദംബരം. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. കലാമൂല്യവും ജനപ്രീതിയുമുള്ള മികച്ച ചിത്രം പ്രേമലു. രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സ്വഭാവ നടൻ 2 പേർക്ക് ഉണ്ട് അവാർഡ്. സ്വഭാവ നടൻ എന്ന് പറയുമ്പോൾ 2 പേർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്, സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്. പ്രത്യേക ജൂറി പരാമർശം 4 പേർക്കുണ്ട്, 2 നടനും 2 നടികൾക്കും. ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച ഗാനരചയിതാവ് ഹിരൺദാസ് മുരളി, വേടൻ. മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്. മികച്ച തിരക്കഥ അമൽ നീരദ്. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. മികച്ച ഗായകൻ KS ഹരിശങ്കർ. മികച്ച ഗായിക സെബ ടോമി. മികച്ച എഡിറ്റർ ES സൂരജ്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ. മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ്. കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നമ്മുടെ സ്വന്തം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ ക്വാമെ മംദാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനും നഗര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ് മംദാനി. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ ക്വാമെ മംദാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനും നഗര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ് മംദാനി. ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കി ചൈന. CR 450 എന്നാണ് ട്രെയിനിൻ്റെ പേര്. ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കി ചൈന. CR 450 എന്നാണ് ട്രെയിനിൻ്റെ പേര്. കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫെഡറിക് അന്തരിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു കണ്ണൂർ സ്വദേശിയായ മാനുവൽ. കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫെഡറിക് അന്തരിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു കണ്ണൂർ സ്വദേശിയായ മാനുവൽ. അപ്പോൾ കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫെഡറിക് ആണ്.
മുൻ മന്ത്രി എം ആർ രഘുചന്ദ്ര ബാൽ അന്തരിച്ചു. മുൻ മന്ത്രി എം ആർ രഘുചന്ദ്ര ബാൽ അന്തരിച്ചു. ജീവന്റെ രഹസ്യമായ DNA-യുടെ പിരിയൻ ഗോവിണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. ജീവന്റെ രഹസ്യമായ DNA-യുടെ പിരിയൻ ഗോവിണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. അപ്പോൾ DNA-യുടെ പിരിയൻ ഗോവണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ ആണ്. US-ന്റെ 46-ാം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡിക്ക് ചെനി അന്തരിച്ചു. US-ന്റെ 46-ാം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡിക്ക് ചെനി അന്തരിച്ചു. ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപിചന്ദ് പി ഹിന്ദുജ അന്തരിച്ചു. ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപിചന്ദ് പി ഹിന്ദുജ അന്തരിച്ചു. പ്രശസ്ത ഹോളിവുഡ് നടി ഡയാൻ ലാഡ് അന്തരിച്ചു. പ്രശസ്ത ഹോളിവുഡ് നടി ഡയാൻ ലാഡ് അന്തരിച്ചു. പ്രശസ്ത നടിയും ഗായികയുമായ സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു. പ്രശസ്ത നടിയും ഗായികയുമായിരുന്ന സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ VP മഹാദേവൻ പിള്ള അന്തരിച്ചു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ VP മഹാദേവൻ പിള്ള അന്തരിച്ചു. തമിഴ്നടൻ അഭിനയ് കിങ്ങർ അന്തരിച്ചു. തമിഴ്നടൻ അഭിനയ് കിങ്ങർ അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്